ബൈബിൾ പഠനം 4. സംഖ്യയുടെ പുസ്തകം. ബൈബിളിലെ 4-ാമത്തെ പുസ്തകം സംഖ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹെബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട ബൈബിൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തവരാണ് ഈ പേര് നൽകിയത്. അരിത്മേയി എന്ന ഗ്രീക്ക് പദമാണ് സംഖ്യ എന്ന് വിവർത്തനം ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ജനസംഖ്യ കണക്കെടുക്കുന്നതായി വിവരിക്കുന്നതിനാലാണ് സംഖ്യ എന്ന പേര് നൽകപ്പെട്ടത്. ഇതിനു പുറമെ ലേവ്യരുടെ എണ്ണം, നേതാക്കന്മാരുടെ പട്ടികകൾ, ഗോത്രത്തലവന്മാർ നൽകിയ കാഴ്ചകളുടെ കണക്ക്, ദേശം ഉറ്റുനോക്കാൻ അയച്ച ചാരന്മാരുടെ പേരുവിവരം, തിരുനാൾ ദിവസങ്ങളിൽ ബലിയർപ്പിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം, യുദ്ധത്തിൽ കൊള്ളയായി ലഭിച്ച മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അംഗസംഖ്യ എന്നിങ്ങനെ കൃത്യമായ എണ്ണത്തിന് പ്രാധാന്യം നൽകുന്ന അനേകം പട്ടികകൾ ഈ പുസ്തകത്തിൽ കാണുന്നതും സംഖ്യ എന്ന പേര് നൽകുന്നതിന് കാരണമായിട്ടുണ്ടാവും. എന്നാൽ ഇതുകൊണ്ട് മാത്രം പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വ്യക്തമാവുകയില്ല. ഹീബ്രു ബൈബിളിൽ പുസ്തകത്തിൻ്റെ ആദ്യ വാക്യത്തിലെ 5-ാമത്തെ വാക്കായ ബുമിദ്മാർ എന്ന പദമാണ് പുസ്തകത്തിൻ്റെ പേരായി ഉപയോഗിച്ചിരിക്കുന്നത്. മരുഭൂമിയിൽ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമി ലക്ഷ്യം വെച്ച് മരുഭൂമിയിലൂടെ നടത്തിയ യാത്രയാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഈ പേര് കൂടുതൽ പര്യാപ്തമാണ്. എന്നാൽ ഇതും ഉള്ളടക്കത്തെ മുഴുവനായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രന്ഥകർത്താവും കാലവും നോക്കാം. പഞ്ചഗ്രന്ഥിയിലെ മറ്റു പുസ്തകങ്ങളെപ്പോലെ തന്നെ സംഖ്യയും മോശ എഴുതിയതായി കരുതപ്പെടുന്നു. ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന സംഭവങ്ങളിലെ മുഖ്യ നേതാവ് മോശയാണ്. മോശ വഴി ദൈവം നൽകിയ നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന വിവിധ പാരമ്പര്യങ്ങൾ സംയോജിപ്പിച്ച് ഇന്ന് ലഭിച്ചിരിക്കുന്ന രീതിയിൽ പുസ്തകമായി എഴുതപ്പെട്ടത് BC 5-ാം നൂറ്റാണ്ടിലായിരിക്കും എന്ന് കരുതപ്പെടുന്നു. സംഭവങ്ങളുടെ വിവരണങ്ങൾ അധിക പങ്കും യാഹ്വിസ്റ്റ്, എലോഹിസ്റ്റ് രചനയും വിവിധ പട്ടികകൾ, നിയമസംഹിതകൾ മുതലായവ പുരോഹിത രചനയും ആണെന്ന് കരുതപ്പെടുന്നു. പുസ്തകത്തിൻ്റെ ഘടന നോക്കാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ചെയ്ത യാത്രയുടെ വിവരണമാണ് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 40 വർഷം ദീർഘിച്ച ഈ യാത്രയിലെ വിവിധ താവളങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായൊരു യാത്രാവിവരണമാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. യാത്രയുമായി ബന്ധപ്പെട്ട ചുരുക്കം സംഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവ തന്നെ യാത്രയുടെ ഏത് ഘട്ടത്തിലാണ് നടന്നതെന്ന് വ്യക്തവുമല്ല. സീനായി, കാദേശ്, മൊവാബ്, സമതലം എന്നീ 3 താവളങ്ങളെ കേന്ദ്രമാക്കിയാണ് വിവരണങ്ങൾ നൽകിയിരിക്കുന്നത്. യാത്രാവിവരണങ്ങൾക്ക് മധ്യേ വിവിധങ്ങളായ നിർദ്ദേശങ്ങളും നിയമങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ജനസംഖ്യ, പാളയ സംവിധാനം, പൗരോഹിത്യം, നേതൃത്വം എന്നിവയെ സംബന്ധിച്ച നിയമങ്ങൾ യാത്രാവിവരണത്തിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നു. എന്നാൽ മറ്റു നിയമങ്ങൾക്ക് വിവരണങ്ങളുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല. ഇവയിൽ പലതും പുറപ്പാട്, ലേവ്യർ പുസ്തകങ്ങളിൽ കണ്ട നിയമങ്ങളുടെ വിശദീകരണങ്ങളോ വ്യത്യസ്തങ്ങളായ അവതരണങ്ങളോ ആണ്. എന്തുകൊണ്ട് ഈ നിയമനിർദ്ദേശങ്ങൾ യാത്രാവിവരണങ്ങൾക്ക് മധ്യേ ചേർത്തിരിക്കുന്നു എന്ന് വ്യക്തമല്ല. യാത്രാവിവരണം ബാബേലിൽ വെച്ച് ചിതറിപ്പോയ മനുഷ്യ സമൂഹത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടാനുള്ള ദൈവിക പദ്ധതിയാണ് ഈ യാത്രയിലൂടെ അഴിയുന്നത്. ഊർ മുതൽ ഈജിപ്ത് വരെയുള്ള യാത്രയുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മലയുടെ അടിവാരത്തിൽ പാളയം അടിക്കുന്നതുവരെയുള്ള യാത്ര പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്നു. പുറപ്പാട് പുസ്തകം 19 തുടങ്ങി 40 വരെയുള്ള അധ്യായങ്ങൾ, ലേവ്യർ സംഖ്യയുടെ 1 തുടങ്ങി 10 വരെയുള്ള അധ്യായങ്ങൾ എന്നീ ബൈബിൾ ഭാഗങ്ങൾ സീനായ് മലയിൽ വെച്ച് ദൈവം നൽകിയ നിയമങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുന്നു. സീനായ് മലയിൽ നിന്ന് പുറപ്പെട്ട ജനം കാദേശിലും പിന്നീട് മൊവാബ് സമതലത്തിലും ചെന്നെത്തുന്നതിൻ്റെ ചരിത്രമാണ് സംഖ്യാപുസ്തകത്തിൽ വിവരിക്കുന്നത്. മൊവാബ് സമതലത്തിൽ വെച്ച് മോശ ജനത്തോട് ചെയ്ത പ്രസംഗങ്ങൾ നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മൊവാബ് സംഭവങ്ങളുടെ വസ്തുനിഷ്ഠവും ക്രമാനുഗതവുമായ ഒരു വിവരണമല്ല ഇവിടെയുള്ളത്. ഗ്രന്ഥകർത്താവ് എടുത്തുകാട്ടാൻ ആഗ്രഹിക്കുന്ന ചില നിയമങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് ഈ വിവരണങ്ങളുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. കൽദായരുടെ ഊരിൽ ആരംഭിച്ച് കാനാൻ ദേശത്ത് ചെന്ന് അവസാനിക്കുന്ന സുദീർഘമായ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് സംഖ്യാപുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത്.
ഈ യാത്രയുടെ പ്രധാന ഘട്ടങ്ങളും അവയിൽ സംഖ്യാപുസ്തകത്തിലെ വിവരണങ്ങളുടെ സ്ഥാനവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിൽ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശം കൈയടക്കുന്നതിൻ്റെ വിവരണം ജോഷുവയുടെ പുസ്തകത്തിൽ കാണാം. ഇസ്രായേൽ ജനം കാനാൻ ദേശം സ്വന്തമാക്കുന്നതോടെയാണ് ദൈവം അബ്രാഹത്തിന് ഭൂമിയെ സംബന്ധിച്ച് നൽകിയ വാഗ്ദാനം പൂർത്തിയാകുന്നത്. പ്രധാനപ്പെട്ട ആശയങ്ങളെ നോക്കാം. കണക്കുകൂട്ടലുകളുടെയും നിയമസംഹിതകളുടെയും ബാഹുല്യത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാവുന്ന സംഖ്യാപുസ്തകത്തിലെ ചില പ്രധാന ആശയങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പുസ്തകത്തിൻ്റെ പൊതുവായ സന്ദേശം ഗ്രഹിക്കുവാൻ സഹായകമാകും. ഒന്ന്, യാത്ര. സംഖ്യാപുസ്തകത്തിലെ വിവരണങ്ങളെല്ലാം തന്നെ ഒരു യാത്രയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കിയിട്ടിരിക്കുന്നു. ജനസംഖ്യ, പാളയ സംവിധാനം, യാത്രയിൽ പാലിക്കേണ്ട ക്രമങ്ങൾ മുതലായവയെ സംബന്ധിച്ച നിയമങ്ങളെല്ലാം സുദീർഘവും ക്ലേശകരവുമായ ഒരു പടനീക്കത്തിൻ്റെ ശൈലിയിൽ അവതരിപ്പിക്കുന്നു. വാഗ്ദത്ത ഭൂമി എന്ന വിശുദ്ധമായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജനം മരുഭൂമിയിലൂടെ നടത്തിയ തീർത്ഥാടനമാണിത്. 2, ജനത്തിൻ്റെ രൂപീകരണം. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് വ്യത്യസ്തമായ ആശയങ്ങളും താല്പര്യങ്ങളുമുള്ള ഒരാൾക്കൂട്ടമായിരുന്നു. യാക്കോബിൻ്റെ സന്തതികളും ഇതര ജനങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വിശ്വാസം, ആചാരങ്ങൾ, പ്രതീക്ഷകൾ, സ്വഭാവ സവിശേഷതകൾ എന്നിവയിലെല്ലാം വൈവിധ്യമാർന്നതായിരുന്നു ഈ ആൾക്കൂട്ടം. സീനായി മലയുടെ അടിവാരത്ത് വെച്ച് ഉടമ്പടിയിലൂടെ അവർ ദൈവജനമായി തിരഞ്ഞെടുക്കപ്പെട്ടു. വിശുദ്ധജനമായി തുടരുവാൻ ആവശ്യമായ നിയമസംഹിതകൾ അവിടെ വെച്ച് നൽകപ്പെട്ടു. എപ്രകാരമാണ് അവർ വ്യത്യാസങ്ങളെയും വൈവിധ്യങ്ങളെയും അതിജീവിച്ച് ഒരു ജനതയായി തീർന്നത് എന്ന് സംഖ്യാപുസ്തകത്തിൽ വിവരിക്കുന്നു. അനേകം പരീക്ഷണങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും കടന്നാണ് അവർ ദൈവജനം എന്ന പേരിന് അർഹരായിത്തീർന്നത്. മരുഭൂമിയുടെ സർവ്വകാഠിന്യവും അവർ അറിഞ്ഞു. വിശപ്പും ദാഹവും അവരെ വലച്ചു. പാർക്കാൻ സ്വന്തമായൊരിടമില്ലാതെ പരദേശികളായി അവർ വലഞ്ഞു. ജനവാസമുള്ള ഇടങ്ങളിൽ പെരുവഴിയിലൂടെ നടന്നു പോകാൻ പോലും അവർക്ക് അനുവാദം ലഭിച്ചില്ല. ചെന്നിടത്തെല്ലാം തദ്ദേശവാസികൾ അവരെ വെറുത്തു, ആട്ടിയോടിച്ചു. ശക്തമായ സൈന്യങ്ങൾ അവരെ പിന്തുടർന്നു. ഇങ്ങനെ മരുഭൂമിയിൽ കഴിയേണ്ടി വന്ന 40 വർഷം ഇസ്രായേലിൻ്റെ ശൈശവമായിരുന്നു. ദൈവജനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടമായിരുന്നത്. ഈ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച് നിരന്തരം നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവായ ദൈവത്തെ വിശ്വസിക്കാനും അവനിൽ മാത്രം ആശ്രയിക്കാനും ജനത്തെ പരിശീലിപ്പിക്കുന്ന വലിയ പരീക്ഷണങ്ങളായിരുന്നു ഇത്. സ്വാർത്ഥപരവും ഗോത്രപരവുമായ താല്പര്യങ്ങൾ വെടിഞ്ഞ് ഒരു ജനതയായി ദൈവത്തിൻ്റെ സഭയായി വളരുന്നതിൻ്റെ ചിത്രമാണിത്. ജനത്തിൻ്റെ പിറുപിറുപ്പും ദൈവത്തിൻ്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. 5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത്. 1, പിറുപിറുപ്പ്. തങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ലഭിക്കാതെ വരുമ്പോൾ ജനം അസ്വസ്ഥരാവുകയും ജനത്തിനും അവിടുന്ന് നിയോഗിച്ച നേതാക്കൾക്കുമെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നു. 2, ശിക്ഷ. മുറുമുറുക്കുന്ന ജനത്തെ അഗ്നി, സർപ്പങ്ങൾ, മഹാമാരികൾ മുതലായവ അയച്ച് ദൈവം കഠിനമായി ശിക്ഷിക്കുന്നു. 3, പശ്ചാത്താപം. ശിക്ഷ അനുഭവിക്കുമ്പോൾ ജനം മനസ്സു തിരിഞ്ഞ് മാപ്പിരക്കുന്നു. ശിക്ഷ അകറ്റിക്കിട്ടണം എന്നതാണ് അവരുടെ ആവശ്യം. 4, മധ്യസ്ഥം. ജനത്തിൻ്റെ ക്ലേശങ്ങളിൽ മനസ്സലിയുന്ന മോശ ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. 5, മാപ്പ്. മോശയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് ദൈവം ജനത്തോട് ക്ഷമിക്കുകയും ശിക്ഷ പിൻവലിക്കുകയും ചെയ്യുന്നു. സംഖ്യാപുസ്തകത്തിൽ അനേകം തവണ ആവർത്തിക്കുന്ന ഈ മാതൃക ബൈബിളിൻ്റെ മറ്റു പുസ്തകങ്ങളിലും പ്രത്യേകിച്ച് ന്യായാധിപന്മാരിൽ കാണാൻ പറ്റും. ദൈവമനുഷ്യ ബന്ധങ്ങളിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണിത്. 3, വാഗ്ദത്ത ഭൂമി ആണ് ഒരു പ്രധാന ആശയം. സംഖ്യാപുസ്തകത്തിലെ മറ്റൊരു പ്രധാന പ്രമേയമാണ് വാഗ്ദത്ത ഭൂമി. പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത കാനാൻ ദേശം ദൈവം ജനത്തിന് സൗജന്യമായി നൽകുന്ന ദാനമാണ്. അതിൽ പ്രവേശിച്ച് സ്ഥിരമായി വസിക്കുവാൻ ദൈവത്തോട് വിശ്വസ്തത പാലിക്കണം. അവിടുത്തെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ധീരമായി യുദ്ധം ചെയ്യുവാൻ സന്നദ്ധരാകുന്നവർക്ക് മാത്രമേ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശനമുള്ളൂ. ഭീരുക്കളും അവിശ്വസ്തരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും വഴി വിശുദ്ധമാക്കപ്പെട്ടതാണ് വാഗ്ദത്ത ഭൂമി.
അവിടുത്തെ കർത്താവായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അന്യദൈവങ്ങളെ ആരാധിക്കുന്നതും അധാർമികമായി ജീവിക്കുന്നതും വാഗ്ദത്ത ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കും. 4. നേതൃത്വം. യഥാർത്ഥമായ നേതൃത്വത്തിൻ്റെ വിവിധ വശങ്ങൾ മോശയുടെ ചിത്രീകരണത്തിൽ പ്രകടമാകുന്നു. ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നവനാണ് നേതാവ്. അയാൾ ദൈവത്തിനും ജനത്തിനുമിടയിൽ മധ്യസ്ഥനായി വർത്തിക്കുന്നു. ദൈവത്തെയും ജനത്തെയും സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് അയാൾക്ക് മാർഗദർശി. പ്രതിസന്ധികളിലും ക്ലേശങ്ങളും മൂലം ജനത്തിൻ്റെ മനസ്സിടിയുകയും അടിമത്തത്തിൻ്റെ സുരക്ഷിതത്വം സ്വാതന്ത്ര്യത്തിൻ്റെ സാഹസികതയേക്കാൾ അഭികാമ്യമായി അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴും നേതാവ് പതറാതെ ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ ഉറച്ചു നിൽക്കുന്നു. ജനം മുഴുവനുമെതിരെ ഒറ്റയ്ക്ക് നിൽക്കുകയും അവരെ ശാസിക്കുകയും ശകാരിക്കുകയും ചെയ്യുമ്പോഴും നേതാവ് അവരെ സ്നേഹിക്കുന്നു. വിനയവും എളിമയുമുള്ളവനാണ് നേതാവ്. തൻ്റെ നേതൃത്വം നഷ്ടപ്പെട്ടേക്കും എന്ന ഭീതിയല്ല, ജനത്തിന് വാഗ്ദത്ത ഭൂമി നഷ്ടമാകും എന്ന ബോധ്യമാണ് അവരെ എതിർക്കാനായി നേതാവിനെ പ്രേരിപ്പിക്കുന്നത്. ജനത്തിൻ്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുകയും പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് നേതാവ്. വാഗ്ദത്ത ഭൂമിയിൽ തനിക്ക് പ്രവേശനം നഷ്ടപ്പെട്ടിട്ടും ജനത്തെ അങ്ങോട്ട് നയിക്കുവാൻ തയ്യാറാവുകയും അവർ അവിടെ പ്രവേശിക്കും എന്ന അറിവിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. ഇതിൻ്റെ പ്രസക്തി എന്താണ്? ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം. 3000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടത്തിയ ഐതിഹാസികമായ ഒരു യാത്രയുടെ ചരിത്രം വിവരിക്കുക എന്നതല്ല സംഖ്യാപുസ്തകത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ആ യാത്രയുടെ ചരിത്രം മുഴുവൻ ഇവിടെ അവതരിപ്പിക്കുന്നുമില്ല. തിരഞ്ഞെടുത്ത ചില സംഭവങ്ങൾ മാത്രമേ പ്രതിപാദ്യ വിഷയമാകുന്നുള്ളൂ. ലോക ജനതകൾക്ക് മുഴുവൻ ആധ്യാത്മികമായ ആഹാരവും മാർഗനിർദ്ദേശവും നൽകുന്നതിന് വേണ്ടിയാണ് ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊറിന്തോസിൻ്റെ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം 1 തുടങ്ങി 13 വരെ ഉള്ള ലേഖനഭാഗത്ത് വിശുദ്ധ പൗലോസ് ഇതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മരുഭൂമിയിലൂടെ ഉള്ള യാത്ര പ്രതീകാത്മകമായ 2 തലങ്ങൾ ഉൾക്കൊള്ളുന്നു. 1 സഭാത്മകം, 2 വ്യക്തിപരം. മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യം വെച്ച് മരുഭൂമിയിലൂടെ നീങ്ങുന്ന ഇസ്രായേൽ ജനം യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ പാപത്തിൽ നിന്ന് മോചനം നേടി ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന സഭയുടെ പ്രതീകമാണ്. നിരവധിയായ പ്രലോഭനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ക്ലേശങ്ങൾക്കും നടുവിലൂടെയുള്ള യാത്ര ഈ ഭൂമുഖം നവീകരിക്കപ്പെടുകയും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സംജാതമാവുകയും ചെയ്യുന്നതുവരെ തുടരും. 2 വ്യക്തിതലം. സഭാസമൂഹത്തിൻ്റെ മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ആധ്യാത്മിക ജീവിതവും മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയാണ്. പിതൃഭവനമാകുന്ന വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ച് നിത്യം വസിക്കുവാൻ വ്യക്തികളെ ഒരുക്കുന്ന അവസരങ്ങളാണ് ക്ലേശങ്ങളും പ്രലോഭനങ്ങളും. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവങ്ങൾ ഓരോ മനുഷ്യ വ്യക്തിക്കും പാഠമാകണം. ഇവിടെ വിവരിക്കുന്ന ഓരോ സംഭവവും വായിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഞാനെന്ന വ്യക്തിക്കും ഞാൻ ഉൾപ്പെടുന്ന സഭയ്ക്കും എന്തു പാഠമാണ് ഇതിലൂടെ ലഭ്യമാക്കുന്നത് എന്ന് ഓരോരുത്തരും ചോദിക്കണം.